ഹായോ വെൽക്കം ടു വിങ്സ് ടു വിൻ എഡ്യൂക്കേഷൻ. നമ്മൾ ഇന്ന് സെറ്റ് എക്കണോമിക്സിന്റെ അവസാന ഘട്ടങ്ങളിലാണ് നിൽക്കുന്നത് അല്ലെ. ഇതില് എക്കണോമിക്സില് ഈ ഒരു ചെറിയൊരു പോർഷൻ കണ്ടാൽ നിങ്ങൾക്ക് 4 തിയറീസിനെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു 4 തിയറീസ് ആണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു 4 തിയറീസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് രീതിയിൽ വന്നാലും ആൻസർ ചെയ്യാൻ കഴിയുന്ന കോൺസെപ്റ്റ് നല്ല രീതിയിൽ കിട്ടുന്ന ഒരു സെഷൻ ആയിരിക്കും ഇത് എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. നമ്മളിത് ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കൂ. ദി കോൺസെപ്റ്റ് ഓഫ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഈസ് സെൻട്രൽ ടു വിച്ച് തിയറി ഓഫ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് തിയറിയുടെ ഏത് ഡെവലപ്മെന്റ് തിയറിയുടെ സെൻട്രൽ പ്രോബ്ലം ആണ് അല്ലെങ്കിൽ സെൻട്രൽ ആണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ഡെവലപ്മെന്റ് തിയറി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ നിന്നും ആരാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ ഹരോഡ് ഡോമർ മോഡൽ ഉണ്ട്, ലെവിസ് ടു സെക്ടർ മോഡൽ ഉണ്ട്, റോസ്റ്റോസ് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ഉണ്ട്, ഡിപ്പെൻഡൻസി തിയറി ഉണ്ട്. ഞാൻ ആദ്യം ആൻസർ ഓപ്ഷനിലേക്ക് തന്നെ പോവാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. ലെവിസ് ടു സെക്ടർ മോഡലാണ്. എന്താണ് ലെവിസ് ടു സെക്ടർ മോഡൽ എന്ന് പറയുന്നത്? ഞാൻ അതിന് ഇപ്പോൾ ആദ്യം ഞാൻ നിങ്ങളിലേക്ക് ലെവിസ് ടു സെക്ടർ മോഡലിനെ വളരെ ഷോർട്ടായിട്ട് എന്നാൽ ഏത് രീതിയിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഞാൻ ലെവിസ് തിയറിയെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഇട്ട് തരാം. ലെവിസ് തിയറി എന്ന് പറയുന്ന തിയറി 1954 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 1954 ലെവിസ് അദ്ദേഹത്തിന്റെ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്താണ് ലെവിസിന്റെ തിയറിയിലൂടെ പറയുന്നത്? അദ്ദേഹം പറയുന്നു, ഇക്കോണമി എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് അഗ്രികൾച്ചറൽ സെക്ടറും മറ്റൊന്ന് മോഡേൺ സെക്ടറും, അതായത് മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടറും. എക്കോണമിയിൽ എത്ര സെക്ടേഴ്സ് ഉണ്ട്? 2 സെക്ടേഴ്സ് ഉണ്ട്, അഗ്രികൾച്ചറൽ സെക്ടറും മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടറും. ഇനി എന്താണ് ഇത് രണ്ടിന്റെയും പ്രത്യേകത? അഗ്രികൾച്ചറൽ സെക്ടറിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടുത്തെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലാബേഴ്സ് 0 ആയിരിക്കും. മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലാബേഴ്സ് 0 ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അവിടെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് നിലനിൽക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്താണ്? മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലാബേഴ്സ് 0 ആവുന്ന അവസ്ഥയെയാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് നിലനിൽക്കുന്നത്. ലെവിസ് മോഡലിന്റെ അഗ്രികൾച്ചറൽ സെക്ടറിന്റെ പ്രത്യേകത എന്താണ്? യെസ്, അവിടെ എന്ത് നിലനിൽക്കുന്നുണ്ട്? യെസ്, അൺഎംപ്ലോയ്മെന്റ്, അതും ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് നിലനിൽക്കുന്നുണ്ട്. ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് അറിയാത്തവർക്ക് ഞാനൊന്ന് ഷോർട്ട് ആയിട്ട് പറഞ്ഞു തരാം. ആവശ്യത്തിൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന അവസ്ഥയെയാണ് എന്ത് പറയുന്നത്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ അഗ്രികൾച്ചറിലാണ് അത് മെയിൻ ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ദിവസം 5 ആളുകൾ ചേർന്നിട്ട് 10 ഞാറ് നടും. 5 ആളുകൾ ചേർന്നിട്ട് ഒരു ദിവസം 10 ഞാറ് നടും. എക്സാമ്പിൾ ആണ്, ജസ്റ്റ് സപ്പോസ്. ഓക്കെ, ഇനി അതിന് പകരമായിട്ട് ഒരു ദിവസം 10 ആളുകൾ ജോലി എടുക്കുന്നു. 5 ആളുകൾ ജോലി എടുക്കുന്നിടത്ത് 10 ആളുകൾ ജോലി എടുക്കുന്നു. ഇനി അവർക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എത്രയാണ്? ഈ 10 നാറ് തന്നെയാണ് അവരും നടുന്നത്. ഒരു ദിവസം 5 ആളുകൾ ചേർന്നിട്ട് 10 ഞാറ് നടുന്നു. പക്ഷെ 10 ആളുകൾ ചേർന്നാലും 10 ഞാറ് തന്നെ നടന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള എക്സ്ട്രാ 5 എന്ന് പറയുന്നത് വെറുതെ അല്ലേ? ഈ 5 ആളുകൾ അവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആ വർക്ക് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടിയോ? എക്സ്ട്രാ എന്തെങ്കിലും കിട്ടിയോ? ഇല്ല, എക്സ്ട്രാ ഒന്നും കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്താണ്, ആവശ്യത്തിൽ കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 5 പേരുടെ പ്രൊഡക്ടിവിറ്റി 0 ആണ്. അവരൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അല്ലെ, ഈ 10 ഒന്നെങ്കിലും കൂട്ടാൻ പറഞ്ഞാലല്ലേ ചെറിയ രീതിയിലെങ്കിലും അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യാത്ത അവസ്ഥയാണ് എന്ത് പറയുന്നത്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് അഗ്രികൾച്ചറൽ സെക്ടറിൽ എന്തുണ്ട്? സർപ്ലസ് ലേബർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സർപ്ലസ് ലേബർ എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? അഗ്രികൾച്ചറൽ സെക്ടറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അഗ്രികൾച്ചറൽ സെക്ടറിന്റെ പ്രത്യേകത, അഗ്രികൾച്ചറൽ സെക്ടറിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ 0 ആണ്. അതായത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റിൽ പെട്ടിട്ടുള്ള ആളുകളെയാണ് എന്ത് പറയുന്നത്? സർപ്ലസ് ലേബർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ 5 പേര് ചേർന്നാൽ 10 ഞാറ് നടാം. 10 ആളുകൾ ചേർന്നാലും 10 ഞാറ് തന്നെ നടുന്നത്. അപ്പൊ ഈ 5 ആളുകൾ എക്സ്ട്രാ അല്ലേ? ഈ എക്സ്ട്രാ ആളുകളെയാണ് സർപ്ലസ് ലേബർ എന്ന് വിളിക്കുന്നത്. ഈ സർപ്ലസ് ലേബർ എവിടെ നിലനിൽക്കുന്നുണ്ട്? അഗ്രികൾച്ചറൽ സെക്ടറിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഫീച്ചർ എന്താണ്? ലെവിസ് പറയുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്തുണ്ട്? ഹൈ പ്രൊഡക്ടിവിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഹൈ പ്രൊഡ്യൂസ്ഡ് ഉള്ള ഒരു സെക്ടറാണ്, ഹൈ പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരു സെക്ടറാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് എത്ര ആളുകളെ കിട്ടിയാലും അവർക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ ഒരു ഫീച്ചർ ഉള്ള 2 സെക്ടേഴ്സ് ആണ് ഇക്കോണമിയിൽ നിലനിൽക്കുന്നത്.
ഇനി ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് നടന്നാൽ മതി എന്നാണ് ലെവിസ് പറഞ്ഞു വെക്കുന്നത്? ഒന്നുമില്ല. ഈ അഗ്രികൾച്ചറൽ സെക്ടറിലുള്ള സർപ്ലസ് ലാബേഴ്സ് ഉണ്ടല്ലോ, അതായത് എക്സ്ട്രാ ലാബേഴ്സ്, ആ എക്സ്ട്രാ ലാബേഴ്സിനെ എങ്ങോട്ട് കൊണ്ടുപോവാ? ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലേക്ക് കൊണ്ടുപോവാ. അപ്പൊ ആ എക്സ്ട്രാ ലാബേഴ്സിനെ ആര് യൂട്ടിലൈസ് ചെയ്തോളും? ഇൻഡസ്ട്രി യൂട്ടിലൈസ് ചെയ്തോളും, അവിടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ചോളും, അങ്ങനെ എക്കോണമിയിൽ ഗ്രോത്ത് ഉണ്ടായിക്കോളും എന്നുള്ളതാണ് ആര് പറയുന്നത്? ലെവിസ് പറയുന്നത്. അഗ്രികൾച്ചറിൽ നിന്നും ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് സർപ്ലസ് ലാബറിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതി, താനെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടായിക്കോളും എന്നുള്ളതാണ് ആരുടെ വാദം? ലെവിസിന്റെ വാദം. അപ്പോൾ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഏതിന്റെ ഫീച്ചറാണ്? ലെവിസ് തിയറിയുടെ ഫീച്ചറാണ്. ഓക്കെ, യെസ്. ഇനി അത് നമ്മുടെ ആൻസർ ഓപ്ഷൻ ആണ് അല്ലെ. ഇനി നമ്മുടെ ബാക്കി മോഡലിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആൻസർ ഓപ്ഷൻ മാത്രം അറിഞ്ഞിട്ട് കാര്യമല്ല, ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നമുക്ക് അറിയേണ്ടതുണ്ട്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്? യെസ്, നമ്മളുടെ റിമൈനിങ് ഓപ്ഷൻസ് ഹരോഡ് ഡോമർ മോഡൽ, റോസ്റ്റോയുടെ സ്റ്റേജ് തിയറി, ഡിപ്പെൻഡൻസ് തിയറി. ആദ്യം നമുക്ക് ഹരോഡ് ഡോമർ മോഡൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡലാണ്, പക്ഷെ ഞാൻ അതിനെ ചുരുക്കി പറയാം. ഹരോഡും ഡോമറും കൂടെ ചേർന്നിട്ടല്ല ഹരോഡ് ഡോമർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഹരോഡ് ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ശേഷം ഡോമർ ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അവരെ ചേർത്ത് പറയുന്നത്? ചേർത്ത് പറയാൻ, ഹരോഡ് ഡോമറിന് ചേർത്ത് പറയാൻ പേരുകൾ ഈസി ആയതുകൊണ്ടാണോ? അല്ല. എന്തുകൊണ്ടാണ്? അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും അവരുടെ എൻഡിങ് പോയിന്റും ഒന്നാണ്. അവർ പറയുന്ന അവരെന്തിനാണോ തേടിപ്പോയത്, ആ തേടിപ്പോയത് സെയിം ആണ്. ദെൻ അതിൽ അവർ കണ്ടെത്തിയിട്ടുള്ള കൺക്ലൂഷനും സെയിം ആണ്. അവർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഇതിലെ ഇങ്ങനെ പോയി. ഹരോഡ് അതിലെ പോയി, ഡോമർ ഇതിലെ പോയി, എന്നിട്ട് അവർ എത്തിച്ചേർന്നതോ ഒരേ സ്ഥലത്തിലേക്കാണ് അല്ലെ. ഈ സർക്കിളിൽ റൗണ്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഒരാൾ ഇതിലെ പോയി, ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഒരാൾ ഇതിലെയും പോയി. അതായത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എന്താണ്? ഇവരുടെ രണ്ടുപേരുടെയും ഒന്നാണ്. പക്ഷെ അവർ ഡിഫറെന്റ് വേയിലൂടെയാണ് എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്? അവരുടെ തിയറീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരെ ചേർത്ത് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ മോഡലിന് ചെറുതായിട്ടൊന്ന് പറയാം. ആദ്യം ഡോമറിനെ നമുക്ക് എടുക്കാം. ആദ്യം ഇതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹരോഡ് ഡോമർ മോഡലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഹരോഡ് ഡോമർ മോഡലിൽ രണ്ടുപേരും എന്താണ് പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റിന് ഒരു കീ റോൾ ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗ്രോത്തിലേക്ക് നയിക്കുന്നത്. ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഡ്യുവൽ റോൾ ആണ് നയിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റിന് ഡ്യുവൽ റോൾ ഉണ്ട്. ഒന്ന്, ഇൻവെസ്റ്റ്മെന്റ് ത്രൂ ഇൻകം വർദ്ധിക്കും, ഇൻവെസ്റ്റ്മെന്റ് ത്രൂ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിലൂടെ ഒരു ഭാഗത്ത് ഇൻകവും വർദ്ധിക്കും, അനദർ ഭാഗത്ത് പ്രൊഡക്ടിവിറ്റിയും വർദ്ധിക്കും എന്നുള്ളതാണ് ആര് പറഞ്ഞു വെക്കുന്നത്? ഹരോഡും ഡോമറും കൂടെ പറഞ്ഞു വെക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഇവിടെ ഓർക്കുക, ഡ്യുവൽ റോൾ ആണ് ഇൻവെസ്റ്റ്മെന്റിന് എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലെ. ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ ഡ്യുവൽ റോളിനെ ഡയറക്ട്ലി എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് ഡോമർ ആണ്. അപ്പോൾ ഡ്യുവൽ റോൾ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡയറക്ട്ലി എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് ഡോമർ ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന്റെ ഡ്യുവൽ റോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്കണോമിക്സ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡോമർ ആണ് എന്ന് തന്നെ നിങ്ങൾ പറയണം. കാരണം എന്താണ്? ഡോമർ ആണ് എന്തായിട്ടുള്ളത്? ഡയറക്ട്ലി അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ്ലി അതിന്റെ ഡ്യുവൽ റോളിനെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെന്റിന് ഡ്യുവൽ റോൾ ഉണ്ട്. ഒന്ന് ഇൻകം വർദ്ധിപ്പിക്കുന്നു, മറ്റൊന്ന് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഡോമർ ആണ്. എന്നാൽ ഈ ഡ്യുവൽ റോളിനെ ഹരോഡും പറഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ഡയറക്ട്ലി അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ്ലി ആര് പറഞ്ഞു വെച്ചിട്ടില്ല? ഹരോഡ് പറഞ്ഞ് വെച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ തിയറിയിലൂടെയും ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് പോകുന്നുണ്ട്? ഈ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുന്നത് ത്രൂ ഇൻകവും പ്രൊഡക്ടിവിറ്റിയും വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഇൻഡയറക്ട്ലി ആരും പറഞ്ഞു വെച്ചിട്ടുണ്ട്? ഹരോഡും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഡോമറിന്റെ മോഡലിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, ഡോമർ എന്താണ് കണ്ടെത്താനായിട്ട് ശ്രമിച്ചത് എന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ്, എക്കോണമിയുടെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമിയിൽ വേണം. അത് എത്രയാണ്? ഫുൾ എംപ്ലോയ്മെന്റ് നിലനിർത്താനുള്ള, ഇക്കോണമിയെ സ്റ്റേബിൾ ആക്കി നിലനിർത്താനുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് എന്നുള്ളത് കണ്ടെത്താനാണ് ആര് ശ്രമിച്ചത്? ഹരോഡ് ആയാലും ഡോമർ ആയാലും ശ്രമിച്ചിട്ടുള്ളത്. മനസ്സിലായോ? ഇക്കോണമിയെ ഫുൾ എംപ്ലോയ്മെന്റിൽ സ്റ്റേബിൾ ആക്കി നിലനിർത്താനുള്ള ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് എത്രയാണ് എന്നുള്ളതാണ് കണ്ടെത്താനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഡോമറും ഹരോഡും കണ്ടെത്താനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതിൽ ഡോമർ പറയുന്നത് സിഗ്മ എസ്, ഇൻവെസ്റ്റ്മെന്റ് എന്തിന് ഈക്വൽ ആയിരിക്കണം? സിഗ്മ ഇൻറ്റു എസ്. സിഗ്മ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയാണ്. എസ് എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ്, ഒരു ഇക്കോണമിയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആ ഇക്കോണമിയിലെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഇൻറ്റു മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ചെയ്താൽ എത്രയാണോ കിട്ടുന്നത് അത്രയും പെർസെന്റേജ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഒരു ഇക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെന്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. ആ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ഇക്കോണമിയിൽ നടന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ആര് കണ്ടെത്തിയിട്ടുള്ളത്? ഡോമർ കണ്ടെത്തിയിട്ടുള്ളത്. ഡോമറിന്റെ മോഡൽ കുറച്ചും കൂടെ സിമ്പിൾ ആണ്. ഇനി ഹരോഡിന്റെ മോഡലിലേക്ക് വന്നാൽ, ഹരോഡ് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇക്കോണമിയിൽ 3 റേറ്റ് ഓഫ് ഗ്രോത്ത്, 3 തരത്തിലുള്ള ഗ്രോത്ത് റേറ്റ് ഉണ്ടാവും. ഒന്ന് ജി എന്ന് പറയുന്ന
ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്, ജി എന്ന് പറയുന്ന ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്, ജി ഡബ്ല്യു എന്ന് പറയുന്ന വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ്, ജി ഡബ്ല്യു എന്ന് പറയുന്ന വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ്, ജി എൻ എന്ന് പറയുന്ന നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. ഇക്കോണമിയിൽ 3 തരത്തിലുള്ള ഗ്രോത്ത് റേറ്റ്സ് ഉണ്ടാവും. ഏതൊക്കെയാണ്? ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടാവും, വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് ഉണ്ടാവും, നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടാവും. എന്താണ് ഇവ മൂന്നും? ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയും നിലവിലുള്ള സേവിങ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവിങ്ങും എത്രയാണോ അതിൽ നിന്നും ഉണ്ടാവുന്ന ഗ്രോത്ത് റേറ്റിനെയാണ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇവർ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഇവർ എന്താണ് കണ്ടെത്താനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്? ഇക്കോണമിയിൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ രീതിയിൽ എക്സാമ്പിൾ എടുത്ത് പറയുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്കൊരു നിശ്ചിത ശതമാനം ഇൻകം ഉണ്ട്. ആ ഇൻകത്തിന്റെ എത്ര ശതമാനം ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ ഇക്കോണമിയെ അല്ലെങ്കിൽ എന്റെ പൊസിഷനെ സ്റ്റേബിൾ ആയിട്ട് എനിക്ക് എന്റെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ സ്റ്റേബിൾ ആക്കി നിലനിർത്താനായിട്ട് കഴിയും. എന്റെ ഇൻകത്തിൽ നിന്നും എത്ര സേവ് ചെയ്താൽ, എത്ര ഇൻവെസ്റ്റ് ചെയ്താൽ, എത്ര ഇൻകം കിട്ടുന്ന രീതിയിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്താലാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ സ്റ്റേബിൾ ആക്കി നിലനിർത്താൻ കഴിയും എന്നുള്ളത് ആണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇവർ ഇക്കോണമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഇക്കോണമിയിലുള്ള നാഷണൽ ഇൻകത്തിന്റെ എത്ര ശതമാനം ഇൻവെസ്റ്റ് ചെയ്താലാണ് ആ ഇക്കോണമിക്ക് സ്റ്റേബിൾ ആയിട്ട് ഫുൾ എംപ്ലോയ്മെന്റ് ലെവലിൽ തുടരാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഇവർ കണ്ടെത്താനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ നിലവിലുള്ള എം പി എസിനെയും ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോനെയും കൂടെ ഇൻഡ്യൂ ചെയ്താൽ എത്ര ശതമാനം വരുമോ അല്ലെങ്കിൽ എത്ര ഗ്രോത്ത് റേറ്റ് ഇക്കോണമിക്ക് കിട്ടുമോ, ആക്ച്വലി ആ കിട്ടിയിട്ടുള്ള ഇക്കോണമി ഗ്രോത്ത് റേറ്റിനെയാണ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയും സേവിങ് റേറ്റും കൂടെ എം പി എസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടാവും, ആ ഗ്രോത്ത് റേറ്റ് ആണ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്. ഇനി വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം ആ ഇക്കോണമിക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും, ആ ഇക്കോണമിയുടെ കപ്പാസിറ്റി അനുസരിച്ച് ആ കപ്പാസിറ്റി മൊത്തം യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ, ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ കിട്ടേണ്ടിയിരുന്ന ഉണ്ടാവുമായിരുന്ന ഒരു ഗ്രോത്ത് റേറ്റ് ഉണ്ട് അല്ലെ, ആ ഗ്രോത്ത് റേറ്റിനെയാണ് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഇനി നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. നാച്ചുറൽ ഗ്രോത്ത് റേറ്റിന് ഡോമർ ഹരോഡ് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. പക്ഷെ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്കോണമിയിൽ വെൽഫെയർ എല്ലാവർക്കും ലഭിക്കുന്ന, വെൽഫെയർ ഇംപ്രൂവ്ഡ് ആവുന്ന ഗ്രോത്ത് റേറ്റ് ഏതാണോ ആ ഗ്രോത്ത് റേറ്റിനെയാണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് വിളിക്കുന്നത്. വെൽഫെയർ ഇംപ്രൂവ്ഡ് ആവുന്ന ഗ്രോത്ത് റേറ്റ് ഏതാണോ അതിനെയാണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഹരോഡിന്റെ മോഡലിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇക്കോണമിയിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ആക്ച്വൽ ഗ്രോത്ത് റേറ്റും വാറണ്ടഡ് ഗ്രോത്ത് റേറ്റും ജിയും ജി ഡബ്ല്യൂയും എന്താവണം? ഈക്വൽ ആവണം. ആക്ച്വൽ ഗ്രോത്ത് റേറ്റും വാറണ്ടഡ് ഗ്രോത്ത് റേറ്റും കൂടെ ഈക്വൽ ആയാൽ മാത്രമേ ഇക്കോണമിയിൽ എന്ത് ഉണ്ടാവുകയുള്ളൂ? സ്റ്റേബിൾ ആയിട്ടുള്ള ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ആര് പറഞ്ഞു വെച്ചത്? ഹരോഡ് പറഞ്ഞു വെച്ചത്. ഇനി ഹരോഡ് ഒന്നും കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇക്കോണമിയിലേക്ക് എപ്പോഴും ജിയും ജി ഡബ്ല്യൂയും ആക്ച്വൽ ഗ്രോത്ത് റേറ്റും വാറണ്ടഡ് ഗ്രോത്ത് റേറ്റും എപ്പോഴും ഈക്വൽ ആക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. സ്ലൈറ്റ് ആയിട്ടുള്ള ചില ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവും. ചില രീതിയിൽ ജിയും ജി ഡബ്ല്യൂയും എപ്പോഴും എന്താവില്ല? ഈക്വല് ആവില്ല. ജിയും ജി ഡബ്ല്യൂയും എപ്പോഴും ഈക്വൽ ആവില്ല. സ്ലൈറ്റ് ആയിട്ടുള്ള ചില ഡിഫറൻസസ് ഒക്കെ ജിയിലും ജി ഡബ്ല്യൂയിലും കൂടെ ഉണ്ടാവും. അത്തരത്തിലുള്ള അപ്പോഴും ഇക്കോണമിയിൽ ചെറിയൊരു ഇക്വിലിബ്രിയത്തിൽ നിലനിൽക്കും. ആ ഇക്വിലിബ്രിയം ലെവലിനെയാണ് നൈഫ് എഡ്ജ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ജിയും ജി ഡബ്ല്യൂയും ഈക്വൽ ആവുന്ന ഇക്വിലിബ്രിയം അല്ല നൈഫ് എഡ്ജ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ജിയിലും ജി ഡബ്ല്യൂയും കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്ലൈറ്റ് ആയിട്ടുള്ള ചില ഡിഫറൻസസ് ഒക്കെ ജിയും ജി ഡബ്ല്യൂയും തമ്മിൽ ഉണ്ടാവും. പക്ഷെ എങ്കിലും ഇക്കോണമി ഒരു ഇക്വിലിബ്രിയത്തിൽ അപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ ഇക്വിലിബ്രിയത്തെയാണ് എന്ത് വിളിക്കുന്നത്? നൈഫ് എഡ്ജ് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഹരോഡ് ഡോമറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി റോസ്റ്റോയുടെ സ്റ്റേജ് തിയറിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേജസിനൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. റോസ്റ്റോയുടെ സ്റ്റേജ് തിയറി ഡബ്ല്യു റോസ്റ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇയർ എന്ന് പറയുന്നത് 1960 ആണ്. 1960 അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. റോസ്റ്റോയുടെ സ്റ്റേജ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ്? 1960 ഇനി അദ്ദേഹം പറയുന്നത് എല്ലാ ഇക്കോണമിയും ഡെവലപ്മെന്റിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ആ എല്ലാ ഇക്കോണമിയും 5 സ്റ്റേജസിലൂടെ കടന്നു പോകും. 5 സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടാണ് ഓരോ ഇക്കോണമിയും ഡെവലപ്മെന്റ് സാധ്യമാക്കുന്നത് എന്നുള്ളതാണ് ഡബ്ല്യു റോസ്റ്റോ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആ 5 സ്റ്റേജസ്, ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ട്രഡീഷണൽ സ്റ്റേജ് ആണ്.
ട്രഡീഷണൽ സ്റ്റേജ് ആണ്. ഈ ട്രഡീഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആ ഇക്കോണമി ടോട്ടലി എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്? അഗ്രികൾച്ചറൽ സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിൽക്കുക. ട്രഡീഷണൽ സെക്ടറിൽ ഇക്കോണമി അഗ്രികൾച്ചറൽ സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നുണ്ടാവുക. അവിടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ വളരെ കുറവായിരിക്കും, ലോ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഇനീഷ്യൽ സ്റ്റേജ് ആണ് ട്രഡീഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പ്രീ കണ്ടീഷൻ ടു ടേക്ക് ഓഫ് ആണ്. പ്രീ കണ്ടീഷൻ ടു ടേക്ക് ഓഫ് ആണ്. ആ സ്റ്റേജിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ഇൻഡസ്ട്രി വളരാനായിട്ട് തുടങ്ങും, ഇൻഡസ്ട്രിയൽ സെക്ടർ വളരാനായിട്ട് തുടങ്ങും, എഡ്യൂക്കേഷൻ സെക്ടർ വളരാനായിട്ട് തുടങ്ങും, ബാങ്കിങ് സെക്ടർ വളരാനായിട്ട് തുടങ്ങും, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പതിയെ പതിയെ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സ്റ്റേജിനെയാണ് പ്രീ കണ്ടീഷൻ ടു ടേക്ക് ഓഫ് എന്ന് പറയുന്നത്. പ്രീ കണ്ടീഷൻ ടു ടേക്ക് ഓഫ് എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റേജ്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് ഉണ്ട്. മൂന്നാമത്തെ സ്റ്റേജ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റേജ് എന്ന് പറയുന്ന ടേക്ക് ഓഫ് സ്റ്റേജ്. ഈ ടേക്ക് ഓഫ് സ്റ്റേജിൽ ഇക്കോണമി ഒരുവിധം ഗ്രോത്ത് ഒക്കെ അച്ചീവ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ്. ഈ ടേക്ക് ഓഫ് സ്റ്റേജിൽ റാപ്പിഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് സംഭവിക്കും, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് സംഭവിക്കും. റാപ്പിഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് സംഭവിക്കുന്ന സ്റ്റേജാണ് ടേക്ക് ഓഫ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ മാക്സിമം ഇക്കോണമിയുടെ ഒരു 10% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമിയിൽ ഉണ്ടായിരിക്കും. മാസ് ആയിട്ടുള്ള ഗ്രോത്ത്, ഒരു എന്താണ് സെൽഫ് സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് എവിടെ ഉണ്ടായിരിക്കും? മാനുഫാക്ചറിങ് സെക്ടർ ഇംപ്രൂവ് ചെയ്യും. അങ്ങനെ സെൽഫ് സസ്റ്റൈൻഡ് ആയിട്ടുള്ള സ്വയം പര്യാപ്തതയുള്ള ഒരു നേട്ടം കൈവരിക്കാൻ ഇക്കോണമിക്ക് ഈ ഒരു ടേക്ക് ഓഫ് സ്റ്റേജിൽ കഴിയും. ഇനി ഫോർത്ത് സ്റ്റേജിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ഡ്രൈവ് ടു മെച്യൂരിറ്റി സ്റ്റേജ് ആണ്. ഡ്രൈവ് ടു മെച്യൂരിറ്റി സ്റ്റേജ് ആണ്. ഡ്രൈവ് ടു മെച്യൂരിറ്റി സ്റ്റേജ് ആണ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ എന്താണ്? ടെക്നോളജീസ് ഒക്കെ സ്പ്രെഡ് ആവാനായിട്ട് തുടങ്ങും, ഹെവി ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിക്കും, എല്ലാവരും എന്ത് ചെയ്യും? നല്ല രീതിയിലുള്ള ഗ്രോത്ത്, ഭയങ്കര ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒക്കെ ആയിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? ഡ്രൈവ് ടു മെച്യൂരിറ്റി സ്റ്റേജിൽ ഉണ്ടായിരിക്കുക. ഇനി ഇത് ഫിഫ്ത്ത് ആൻഡ് ദി ഫൈനൽ വൺ ആണ്. ഏത് സ്റ്റേജ് എന്ന് പറയുന്നത്? ഹേജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ എന്ന് പറയുന്നത്. ഹൈ മാസ് കൺസംഷൻ സ്റ്റേജ് ആണ്. അവിടെ എന്തായിരിക്കും? നാഷണൽ ഇൻകം നല്ലതായിട്ട് ഇൻക്രീസ് ചെയ്യും, വെൽഫെയർ ഇംപ്രൂവ് ചെയ്യും, എല്ലാവരും ആശ്രയിക്കുന്നത് സർവീസ് സെക്ടറിനെ ആയിരിക്കും. അഗ്രികൾച്ചറിൽ നിന്നും മാറിയിട്ട് ഒരു സർവീസ് സെക്ടറിലേക്കുള്ള ഒരു കോൺസെൻട്രേഷൻ എവിടെ വരും? സ്റ്റേജ് ഓഫ് ഹൈ മാസ് കൺസംഷനിൽ വരും. ഇതാണ് റോസ്റ്റോയുടെ 5 സ്റ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? ഡിപ്പെൻഡൻസി തിയറി ആണ്. ഡിപ്പെൻഡൻസി തിയറി എന്ന് പറയുമ്പോൾ അത് വളരെ സിമ്പിൾ ആണ്. ഡിപ്പെൻഡൻസി തിയറിയിൽ പറയുന്നത് എന്താണ്? പുവർ കൺട്രീസ് എപ്പോഴും പുവർ ആയിട്ടും റിച്ച് കൺട്രീസ് എപ്പോഴും റിച്ച് ആയിട്ടും തന്നെ തുടരും. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ റിച്ച് കൺട്രീസ് വളരുന്നതിന്റെ പ്രധാന കാരണം പുവർ കൺട്രീസിനെ എക്സ്പ്ലോയിറ്റ് നടത്തിയിട്ടാണ്. പുവർ കൺട്രീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ്, പുവർ കൺട്രീസിനെ ചൂഷണം ചെയ്തിട്ടാണ് ആര് വളരുന്നത്? റിച്ച് കൺട്രീസ് വളരുന്നത് എന്നുള്ളതാണ് ആര് പറഞ്ഞു വെക്കുന്നത്? ഡിപ്പെൻഡൻസി തിയറിയുടെ സപ്പോർട്ടേഴ്സ് പറഞ്ഞു വെക്കുന്നത്. അതിലെന്താണ്? കോർ നാഷൻസ് ഉണ്ടായിരിക്കും, പെരിഫറൽ നാഷൻസ് ഉണ്ടായിരിക്കും. കോർ നാഷൻസ് എന്ന് പറയുമ്പോൾ ഡെവലപ്ഡ് നാഷൻസ് ആണ്, അല്ലെങ്കിൽ ഹൈ ക്യാപിറ്റലൈസ്ഡ് നാഷൻസ് ആണ്. കോർ നാഷൻസ് ഉണ്ടായിരിക്കും. പെരിഫറൽസ് എന്താണ്? ഈ താഴെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണ് പെരിഫറൽ നാഷൻസ് എന്ന് പറയുന്നത്. ഇവരെന്താ ചെയ്യുന്നത്? ഈ കോർ നാഷൻസ് ഡെവലപ്പ് ആവും. പെരിഫറൽ നാഷൻസിന്റെ ചെലവിൽ, അല്ലെങ്കിൽ പെരിഫറൽ നാഷൻസിനെ ചൂഷണം ചെയ്തുകൊണ്ട് കോർ നാഷൻസ് വളർന്നുകൊണ്ടിരിക്കും. കോർ നാഷൻസ് അവിടെ വളർന്നുകൊണ്ടിരിക്കും, പെരിഫറൽ നാഷൻസ് അങ്ങനെ തളർന്നുകൊണ്ടും ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇക്കോണമിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡിപ്പെൻഡൻസി തിയറിയുടെ സപ്പോർട്ടേഴ്സ് പറയുന്നത്. അതിന് എങ്ങനെയാണ് ഈ ചൂഷണം നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ കോർ നാഷൻസ് വലിയ വലിയ മെഷീനറീസും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ നടത്തുക. അവർക്ക് പ്രൊഡക്ഷൻ നടത്താനുള്ള റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ എവിടെ നിന്നുമാണ് ശേഖരിക്കുന്നത്? ഈ പുവർ ആയിട്ടുള്ള പെരിഫറൽ നാഷൻസിൽ നിന്നുമാണ് കളക്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ കോർ നാഷൻസ് ഈ പെരിഫറൽ നാഷൻസിന്റെ കയ്യിൽ നിന്നും വളരെ തുച്ഛമായ വിലക്ക്, വളരെ ചീപ്പ് റേറ്റിൽ എന്ത് വാങ്ങിക്കും? റോ മെറ്റീരിയൽസ് വാങ്ങിക്കും. എന്നിട്ട് അവരുടെ നാടുകളിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? അത് ഇൻഡസ്ട്രിയലൈസേഷൻ പ്രോസസ് ത്രൂ നല്ലൊരു ഫിനിഷ്ഡ് ഗുഡ് ആക്കിയിട്ട് മാറ്റിയിട്ട് വീണ്ടും അവ എങ്ങോട്ട് തന്നെ കൊണ്ടുവരും? പെരിഫറൽ നാഷൻസിലേക്ക് കൊണ്ടുവരും. ഈ പെരിഫറൽ നാഷൻസിൽ അത് ഹൈ പ്രൈസിൽ അത് വിൽക്കും. അങ്ങനെ ഹൈ പ്രൈസിൽ വിൽക്കുമ്പോൾ ഈ ഹൈ പ്രൈസ് എങ്ങോട്ടാ പോകുന്നത്? കോർ
നാഷൻസിലേക്കാണ് പോകുന്നത്. പെരിഫറൽസിന്റെ കയ്യിൽ നിന്നും ഈ കോർ നാഷൻസ് റോ മെറ്റീരിയൽസ് വളരെ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിക്കും. അപ്പൊ അതുകൊണ്ട് അവർക്ക് തുച്ഛമായ ഇൻകം, എപ്പോഴും തുച്ഛമായ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. കോർ നാഷൻസ് അവരുടെ ഫിനിഷ്ഡ് ഗുഡ് പെരിഫറൽ നാഷൻസിൽ കൊണ്ടുപോയിട്ട് ഹൈ പ്രൈസിന് സെയിൽസ് നടത്തുകയും ചെയ്യും. അതുവഴി അവർക്ക് എന്ത് കിട്ടും? ഹൈ ഇൻകം കിട്ടുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സ് സൈക്ലിക്കലി ഇക്കോണമിയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ഭാഗമായിട്ട് കോർ നാഷൻസ് എപ്പോഴും റിച്ച് ആയിട്ട് തുടരുകയും പെരിഫറൽ നാഷൻസ് എപ്പോഴും എന്തായിട്ട് തുടരുകയും ചെയ്യും? പുവർ ആയിട്ട് തുടരുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു തിയറിയാണ് ഡിപ്പെൻഡൻസി തിയറി. അതിന്റെ സപ്പോർട്ടേഴ്സ് ആയിട്ട് പല എക്കണോമിസ്റ്റുകളും മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് പ്രബീഷ് സിംഗർ തെസിസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? പ്രബീഷ് സിംഗർ ഒക്കെ എന്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്? നമ്മളുടെ ഈ ഒരു ഡിപ്പെൻഡൻസി തിയറിയുടെ സപ്പോർട്ടർ ആയിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയാണത് എന്നുള്ളത് ഈ ഒരു സംഭവം തന്നെയാണ് പ്രബീഷ് സിംഗറും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗുണ്ണാർ മിർഡലിന്റെ സർക്കുലർ ക്യുമുലേറ്റീവ് കോസേഷൻ തിയറി ഒക്കെ. ഗുണ്ണാർ മിർഡലിന്റെ സർക്കുലർ ക്യുമുലേറ്റീവ് കോസേഷൻ തിയറിയിലൂടെ അദ്ദേഹം ബാക്ക് വാഷ് ഇഫക്റ്റും സ്പ്രെഡ് ഇഫക്റ്റും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഏതിന്റെ ഭാഗമായിട്ടാണ്? ഡിപ്പെൻഡൻസി തിയറിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ എന്ത് പഠിച്ചത്? 4 തിയറീസ് നമ്മൾ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള എക്സാംസും ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ്. ഇതുപോലുള്ള തിയറീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ലേണിംഗ്.